ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ലോങ് വീഡിയോ കാണാം. കാരണം ഇന്ന് ഹോസ്റ്റലിൽ ആരുമില്ല. ഞാനും അഞ്ചിമ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയും കൂടെ ഉള്ളു. അപ്പം നമുക്കിവിടെ ഇരുന്നപ്പോൾ കുറേ ബോറടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ആരുമില്ല, നമ്മളാണെങ്കിൽ ഹോസ്റ്റലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിന്നൊരു ഹോസ്റ്റൽ ടൂർ കാണിക്കാം. അതായത് നമ്മുടെ റൂമും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാന്നറിയില്ല, ഇത് കളിയാക്കാം. ബട്ട് നമ്മളിതൊരു ഒറ്റമല്ല തുടങ്ങിയതല്ലേ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, അറിയണവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഒരു വീടിന്റെ മുകളിലാണ്. പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. ബട്ട് ഇതൊരു ഹോസ്റ്റൽ പോലെ തന്നെയാണ്. നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കയറി വന്നിട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ റൂം. നമ്മുടെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നേരെ കാണുന്നത് എൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ബെഡാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ നമുക്കൊരു ടേബിളും തന്നിട്ടുണ്ട്. പിന്നെ 4 ഷെയറിംഗ് ആണ് റൂം. അപ്പോൾ 4 പേരാണ് ഉള്ളത് റൂമിൽ. ഇതേ പിന്നെ ഈ അടിയിൽ കിടക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. അവളുടെ വീട് തിരുവനന്തപുരത്താണ്. പിന്നെ മുകളിൽ ഞാനിതേ കണ്ടില്ല, എൻ്റെ പാവക്കുട്ടിക്ക് എനിക്ക് ഈ പാവക്കുട്ടിയിൽ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ നമുക്കൊരു സ്റ്റഡി ടേബിൾ തന്നിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ ആയിട്ട് എന്താ ബുക്കൊന്നും ഇല്ലാത്തതെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും പഠിക്കാനും ഒക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സാന്ദ്രയും അടിയിൽ അനുജിമ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. സാന്ദ്ര തൃശ്ശൂരിൽ നിന്നും അനുജിമ തിരുവനന്തപുരത്തു നിന്നാണ്. നമ്മുടെ റൂമിൽ 2 മിററാണ് വരുന്നത്. ഒന്ന് ഈ അലമാരയുടെ മിററും പിന്നെ ഒന്ന് സൈഡിൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന മിററാണ്. ഇവിടെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്, ബട്ട് ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുക ഈ അലമാരയുടെ ഉള്ളിൽ ഫുള്ള് നമ്മുടെ ഡ്രസ്സുകളാണ്. ബട്ട് അതൊന്നല്ല, നമ്മുടെ സ്നാക്സും മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മുകളിലത്തെ അറയിൽ നമ്മൾ സ്നാക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കുറച്ച് സ്നാക്സ് ഉള്ളൂ. നാട്ടിൽ പോയി വരുമ്പോൾ കുറേ സ്നാക്സ് വരും, ആൾക്കാർ ഓരോന്നും കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് തൊട്ടടിയിൽ തന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ആണ്. ഇത് എൻ്റെയും സാന്ദ്രയുടെ മാത്രമാണ്. പിന്നെ തൊട്ടടിയിലുള്ളതെന്ന് പറയുന്നത് നമ്മൾ അലക്കണതും നമ്മുടെ എയർ ഓയിലും അങ്ങനത്തെ ഇതൊക്കെയാണ്. ഏറ്റവും അടിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പാത്രങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ദേ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് നമ്മളൊരു കലണ്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, ലീവുള്ള ഡേയ്സ് നോക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അത് കൊണ്ടുവച്ചിരിക്കുന്നത്. അല്ലാണ്ട് അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ തോർത്തുകൊണ്ടൊക്കെ തോരട്ടേക്കാണ്. പിന്നെ ഈ ഷെൽഫിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂസും കമ്മലിൻ്റെ സെറ്റുകളും നമ്മുടെ വെള്ളം കുപ്പി, ഗ്ലാസ്സസ് അങ്ങനെയൊക്കെയാണ്. ചായയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പൊടികളും പിന്നെ അച്ചാറുകളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ റൂമിൻ്റെ ഈ കോർണറിൽ ഒരാളും കൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂമിലുള്ള എല്ലാവരും ഹിന്ദുസ് ആയതുകൊണ്ട് നമ്മളൊരു കൃഷ്ണൻ്റെ ഫോട്ടോ ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പം 2 ചെയർ ഉള്ളൂ. നമ്മൾ 2 ചെയർ പുറത്തുനിന്നും കൂടെ എടുത്തിട്ടാണ് നമ്മൾ 4 പേരും കൂടി ഇരുന്ന് പഠിക്കല്. അപ്പോൾ നമ്മൾ 4 പേരുടെ ബക്കറ്റും സോപ്പൊക്കെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ നമ്മുടെ റൂമിന്റെ ഫീച്ചേഴ്സ് ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഹാളിലേക്ക് ഇറങ്ങാണ്. ഹാളിലേക്ക് ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് കാണുന്നത് നമുക്കൊരു അലമാര തന്നെയാണ്. പണ്ടത്തെ ഒരു അലമാരാണ്. ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ചേച്ചിമാരുടെയോ ആരുടെയൊക്കെയോ സാരികളാണ് അതിലുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 2 ഷെയറിംഗ് റൂംസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ ഹാളിൽ തന്നെ ഒരു വാട്ടർ ഫിൽറ്ററും പിന്നെ ഒരു ബേസണും തന്നിട്ടുണ്ട്. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇതാണ് നമ്മുടെ ബാത്റൂം. ഞാൻ ബാത്റൂം കാണിക്കുന്നില്ല, ഒരു നോർമൽ ബാത്റൂമാണ്. ദെൻ ഇതാണ് 2 ഷെയറിങ്ങിൻ്റെ റൂം. ഇവിടെ 2 ഷെയറിങ്ങിന് 5500 അങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു മേശയും പിന്നെ 2 ബെഡും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇവർക്ക് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഒരു സെറ്റ് ഓഫ് ഷെൽഫും. പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ കോഴി പോകുന്ന സൗണ്ട് ഉണ്ട്, അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ദെൻ നമുക്ക് നമ്മുടെ ബാൽക്കണി കാണാം. എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 വീടിന്റെ സൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ചെറിയൊരു സ്പേസ് ആണ് വരുന്നത്, പക്ഷെ ഇവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ദെൻ നമ്മളിവിടെ പുറത്ത് ഒരഴക്കൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ തോരടാൻ വേണ്ടിയിട്ട്. ഇതാണ് അമ്പലം. നമ്മൾ എന്നും വീഡിയോസിൽ കാണുന്ന അമ്പലമില്ലേ, അത് ഇതാണ്. ഞങ്ങളുടെ ഓണറുടെ വീട് എന്ന് പറയുന്നത് ഈ ക്രീം വീടാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഹോസ്റ്റലും പരിസരമൊക്കെ. അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.